ഹലോ, അസ്സാം വലൈക്കും വറഹമത്തുള്ള. ഫൈസൽ വടപ്പറാണ്. ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നത്, ഉപദേശിക്കാൻ വന്നതല്ല. പേടിക്കണ്ട. പിന്നെ നിങ്ങൾ നല്ല ധൈര്യമുള്ള കൂട്ടത്തിലാണ്. എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് നല്ല ധൈര്യമാണ്. നിങ്ങളെ ചെറുപ്പത്തിൽ ആരെങ്കിലും പേടിത്തൊണ്ടൻ എന്ന് വിളിച്ചിട്ടുണ്ടോ? പേടിത്തൂരി എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചിട്ടുണ്ടോ? ആക്ഷേപിച്ചിട്ടുണ്ടോ? അങ്ങനെ വിളിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് മാനസികമായി വല്ല പ്രയാസങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ടോ? സങ്കടം വന്നിട്ടുണ്ടോ പേടിത്തൊണ്ടെന്ന് പറഞ്ഞിട്ട്? ഉണ്ടാവാം, ഒരു പക്ഷേ ഇല്ലാതിരിക്കാം. മറ്റുള്ളവരെ പരിഹസിക്കുന്നതിലും കുറവാക്കുന്നതിലും ആനന്ദം കണ്ടെത്തുന്ന ഒരു വിഭാഗം എല്ലാ കാലങ്ങളിലും എല്ലാ ഇടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പേടിയില്ലാത്ത മനുഷ്യന്മാരുണ്ടാവില്ല. മനുഷ്യർക്ക് മാത്രമല്ല, ഇതര ജീവികൾക്കും പേടിയുണ്ടാകും. പേടിയുണ്ടാവുക എന്നതൊരു മോശം സ്വഭാവമൊന്നുമല്ല. പലതരത്തിലും പേടിയുണ്ടാവും. മഴ കനത്ത് ഉരുൾപൊട്ടലുണ്ടാകുമ്പോൾ മാറി താമസിക്കാൻ പറയുന്നത് പേടിച്ചിട്ടാണ്. പോകുന്ന വഴിക്ക് കാട്ടാൻ ഇറങ്ങിയിട്ടുണ്ട് എന്ന് കേട്ടാൽ നമ്മൾ റൂട്ട് മാറ്റി പിടിക്കും. പേടിച്ചിട്ട് തന്നെയാണ്. തലയിലൊരു പല്ല് ചാടിയാൽ പേടിക്കുന്നവർ, ദേഹത്തൊരു കൂറ അല്ലെങ്കിൽ പാറ്റ കയറി വന്നാൽ പേടിക്കുന്നവർ, പശുവിനെയും പട്ടിയെയും പാമ്പിനെയും പേടിക്കുന്നവർ, മുതിർന്നവരെ പേടിക്കുന്നവർ, അധ്യാപകരെ പേടിക്കുന്നവർ, തൊഴിലുടമയെ പേടിക്കുന്നവർ, സീനിയേഴ്സിനെ പേടിക്കുന്നവർ, പോലീസ്, പട്ടാളം, കോടതി, എന്തിനേറെ കള്ളന്മാരെ വരെ പേടിക്കുന്നവരാണ് അധികവും. ഓരോ പേടിക്കും ഓരോ കാരണങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ പേടിയുള്ളയാൾ എല്ലാ കാര്യത്തിലും പേടിയുള്ളയാളാണ് എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്. നമ്മുടെ സ്വന്തം ശരീരത്തിനോ സഹജീവികൾക്കോ സമ്പത്തിനോ നാശം വരും എന്നതുകൊണ്ടാണ് പ്രകൃതിയാലുള്ള തീ, കാറ്റ്, വെള്ളം തുടങ്ങിയവയെ നമ്മൾ പേടിക്കുന്നത്. ജീവികളെ ഭയപ്പെടുന്നത് അവയിൽ നിന്ന് ഉപദ്രവം ഏൽക്കാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ്. സങ്കടപ്പെടുത്താനും സൗകര്യങ്ങൾ നഷ്ടപ്പെടുത്താനും അതിലുപരി ഉപദ്രവിക്കാനും സാധിക്കും എന്നതുകൊണ്ടാണ് പല മനുഷ്യരെയും നമ്മൾ ഭയപ്പെടുന്നത്. നമ്മൾ തന്നെ വരുത്തി വെക്കുന്ന അനുസരണക്കേടും അനിഷ്ടങ്ങളും അക്രമങ്ങളും നഷ്ടങ്ങളും കാരണമായും മനുഷ്യരെ നമ്മൾ ഭയപ്പെടാറുണ്ട്. പ്രകൃതിയോടും ജീവജാലങ്ങളോടും അനുസരണക്കേട് കാണിച്ചതിനാൽ നമ്മൾ അവരെ ഭയപ്പെടാറില്ല. അവർ നമ്മളെ ചോദ്യം ചെയ്യുമെന്ന ഭയവും നമുക്കുണ്ടാവാറില്ല. തീയുമായി സഹവസിച്ചാൽ പൊള്ളലേൽക്കുമെന്നും കരിപിടിക്കുമെന്നുമുള്ള തിരിച്ചറിവാണ് നമ്മെ അതിൽ നിന്നും അകറ്റി നിർത്തുന്നത്. ഹിംസ്ര ജന്തുക്കൾ ആക്രമിക്കുമെന്നുള്ള തിരിച്ചറിവും കാറ്റും തിരയും പ്രളയവുമൊക്കെ നമ്മെ നാശത്തിലെത്തിക്കുമെന്നുള്ള തിരിച്ചറിവ്. വന്യജീവികളുടെ ആവാസ കേന്ദ്രങ്ങളിൽ നിന്നും തീപിടുത്തത്തിനും പ്രകൃതിക്ഷോഭത്തിനും സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നും മാറി താമസിക്കലാണ് പരിഹാരം. തിരിച്ചറിവുള്ളവൻ പരിഹാരമാർഗങ്ങൾ അന്വേഷിക്കും. വ്യക്തമായി പറഞ്ഞാൽ ഏതൊരു കാര്യത്തോടുമുള്ള ഭയം അതേക്കുറിച്ചുള്ള പരിജ്ഞാനം തന്നെയാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അടിമകളിൽ യഥാർത്ഥ ജ്ഞാനം സിദ്ധിച്ചവൻ മാത്രമേ അള്ളാഹുവിനെ ഭയപ്പെടുകയുള്ളൂ. അഥവാ അള്ളാഹുവിനെക്കുറിച്ച് അറിഞ്ഞവർ അള്ളാഹുവിനെ ഭയപ്പെടുക തന്നെ ചെയ്യും. നമുക്ക് അള്ളാഹുവിനെ ഭയമില്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളിലും ജീവിതശൈലിയിലും അത് പ്രകടമാകുന്നുവെങ്കിൽ തീർച്ചയാണ് നമ്മൾ അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ടില്ല, അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഉത്തരവാദിത്വത്തിൽ നിന്ന്, കർത്തവ്യത്തിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കുന്നതും. പേടിക്കാൻ മാത്രം ഭീകരനാണോ അള്ളാഹു? ഭീകരതയുള്ളവരെ മാത്രമേ നമ്മൾ ഭയപ്പെടൂ എങ്കിൽ നമ്മൾ പിതാവിനെ ഭയപ്പെട്ടിട്ടില്ലേ? പിതാവ് ഒരു ഭീകരജീവിയാണോ? സ്നേഹവാത്സല്യങ്ങൾ വിഴഞ്ഞൊഴുകിയ പിതൃത്വത്തെക്കുറിച്ച്, മാതൃത്വത്തെക്കുറിച്ച് എങ്ങനെ ഭീകരസ്വരൂപികളെന്ന് പറയും? സ്നേഹവാത്സല്യങ്ങൾ കൊണ്ട് പരിചരിച്ച പ്രിയപ്പെട്ട മാതാപിതാക്കളെ പലപ്പോഴും നമ്മൾ ഭയപ്പെട്ടിട്ടുണ്ട്. അവർ നമ്മളെ ഭയപ്പെടുത്തിയിട്ടുമുണ്ട്. നമ്മളൊപ്പിക്കുന്ന കുസൃതിത്തരങ്ങൾക്കും വികൃതിത്തരങ്ങൾക്കുമൊക്കെ കനത്ത ശിക്ഷ തന്നെ നൽകുമെന്ന് അവർ പലപ്പോഴും നമ്മോട് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. പ്രകൃതിക്ഷോഭം ഭയന്ന് ഓടുന്നത് പോലെ, ഹിംസ്ര ജന്തുക്കളെ ഭയന്ന് ഓടുന്നത് പോലെ മാതാപിതാക്കളുടെ ശിക്ഷ ഭയന്ന് നമ്മളാരും ഓടിയിട്ടില്ല. മാതാപിതാക്കളിൽ നിന്ന് കഠിനമായ ശിക്ഷ തന്നെ ലഭിക്കുമെന്ന് ഉറപ്പുള്ള സാഹചര്യത്തിൽ കുഞ്ഞുങ്ങൾ ഓടിപ്പോകുന്നതിന് പകരം മാതാപിതാക്കളുടെ ശരീരങ്ങളിലേക്ക് ചേർന്ന് നിന്ന് ഭയവിഹ്വലതകളും ആശങ്കകളും പങ്കുവെക്കുന്നത് കണ്ടിട്ടില്ലേ? കുറ്റങ്ങൾ ഏറ്റുപറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ? അങ്ങനെയൊക്കെ നമ്മളും ചെയ്തിട്ടില്ലേ? ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കുഞ്ഞുനാളിൽ നമ്മെ ആരാണ് പഠിപ്പിച്ചത്? ഞാൻ നിന്നെ അടിക്കാൻ വന്നാൽ നീ എന്നെ കെട്ടിപ്പിടിച്ചോളണമെന്ന് ഒരു മാതാവും ഒരു പിതാവും മക്കളോട് പറഞ്ഞതായി ഞാൻ കേട്ടിട്ടില്ല.
തന്നെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന തൻ്റെ അരുമസന്താനത്തെ ശിക്ഷിക്കാൻ പിന്നീട് മാതാവിനോ പിതാവിനോ സാധിക്കുമോ? അങ്ങനെ സാധിക്കുമെങ്കിൽ അവർ മാതാപിതാക്കളാണോ, മനുഷ്യരാണോ? യഥാർത്ഥ മാതാവിനും പിതാവിനും മക്കളോടുള്ള സ്നേഹവാത്സല്യങ്ങളുടെ പ്രകടനാത്മക മുഹൂർത്തങ്ങൾ എത്രയാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ കഴിഞ്ഞു പോയിട്ടുള്ളത്, ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആർദ്രവികാരങ്ങളുടെ മനോഹരമായ ഇത്തരം അനർഘ സ്നേഹ സ്വരൂപ നിമിഷങ്ങൾ ഏത് സർവകലാശാലകളിൽ നിന്നാണ് നമുക്ക് സ്വായത്തമാക്കാനാവുക? വിവരമുണ്ടാവുക എന്നതൊരു വിശിഷ്ട സൗഭാഗ്യമാണ്. അതുള്ളവനും ഇല്ലാത്തവനും സമമാണോ എന്ന സൃഷ്ടാവിൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. അടിമകളെല്ലാം വിവരമുള്ളവരായിരിക്കണമെന്ന് സൃഷ്ടാവ് ആഗ്രഹിക്കുന്നു. യഥാർത്ഥമായ ജ്ഞാനത്തിലേക്ക് വരാൻ സൃഷ്ടാവ് നമ്മെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രകൃതി നമ്മെ അതിന് പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആശയും ആശങ്കയും നമ്മെ മുന്നോട്ട് നയിച്ചുകൊണ്ടേയിരിക്കണം. സൃഷ്ടാവിനെ ഭയപ്പെടണമെന്ന് പറയുന്നത് സൃഷ്ടാവിൽ നിന്ന് ഓടിയൊളിക്കാനല്ല, മറിച്ച് സൃഷ്ടാവിനെ പുൽകാനാണ്. അടിമ എന്നിലേക്ക് എത്രത്തോളം അടുക്കുന്നുവോ അത്രത്തോളം ഞാൻ അടിമയിലേക്കും അടുക്കുമെന്ന് അള്ളാഹു പറയുന്നു. ഓരോ വഴിത്താരകളും അവനിലേക്ക് ചെന്ന് ചേരാനുള്ളതാണെന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. ഇന്നത്തെ വെള്ളിപ്പുലരിയിലെ സവാരിക്കിടയിൽ പകർത്തിയതാണ് മനോഹരമായ ഈ ദൃശ്യങ്ങൾ. ലഹഡാത്തുവിലെ മസ്ജിദ് റായയിലേക്കുള്ള വഴിയാണിത്. ഈ വഴിയിൽ അങ്ങിങ്ങായി ഇരിപ്പിടങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. ഇതെല്ലാം കണ്ട് ഞാൻ നടക്കുകയാണ്. ഇങ്ങനെ നടക്കുമ്പോഴാണ് ഒരു പഴം എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. 1-2 തവണ ഞാനിത് കണ്ടിട്ടുണ്ട്. കഴിക്കാൻ പറ്റിയതാണോ അതല്ല വല്ല വിഷപദാർത്ഥങ്ങളും അടങ്ങിയതാണോ എന്നൊന്നും അറിയില്ല. തൽക്കാലം ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. മലേഷ്യയിൽ നിന്നും ഫൈസൽ വടപുറം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.